പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫ്ലട്ടറിലെ മെത്തേഡ് ചാനൽസിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് മെത്തേഡ് ചാനൽസ്, എന്താണ് ഇതിൻ്റെ പേർപ്പസ്, എന്താണ് അതിൻ്റെ യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. എന്നിട്ട് നമ്മൾ ചെറിയൊരു ആപ്പ് ബിൽഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ആദ്യം തന്നെ എന്താണ് മെത്തേഡ് ചാനൽ? സി, think about a scenario. Suppose you want to access some native functionalities in your app, like Android or iOS. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ആക്സസ് ചെയ്യാം? ലൈക്ക് സം APIs. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറ ആക്സസ് ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ബാറ്ററി ലെവൽ ആക്സസ് ചെയ്യണം, അങ്ങനത്തെ റിക്വയർമെൻറ്റുകൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലാറ്റ്ഫോം ചാനൽസ് എന്ന് പറയുന്നത് ഫ്ലട്ടറിലെ ഒരു ഫീച്ചറാണ് ദാറ്റ് അലൗസ് ഡെവലപ്പേഴ്സ് ടു ഇൻറ്ററാക്ട് വിത്ത് പ്ലാറ്റ്ഫോം സ്പെസിഫിക് കോഡ്. ഈ പ്ലാറ്റ്ഫോം ചാനൽ വെച്ചിട്ട് ഡെവലപ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ സെൻഡ് മെസ്സേജ് ഫ്രം ദർ ആപ്പ്, ഫ്ലട്ടർ ആപ്പ്, ടു നാറ്റീവ് കോഡ് ഓൺ ദ പ്ലാറ്റ്ഫോം. അത് iOS ആവും, ആൻഡ്രോയിഡ് ആവും. ദെൻ അത് തിരിച്ചും ചെയ്യാൻ പറ്റും. ആൻഡ് എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ്രോയിഡ് സൈഡിൽ നിന്നും അല്ലെങ്കിൽ iOS സൈഡിൽ നിന്നും നമുക്ക് ഫ്ലട്ടർ ആപ്പുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഇന്ററാക്ട്. ആൻഡ് ദിസ് മേക്സ് ഇറ്റ് പോസിബിൾ ടു ആക്സസ് platform specific features that are not available through Flutter's core API. അതായത് ഫ്ലട്ടർ ഷിപ്പ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് നമുക്ക് ലോട്ട് ഓഫ് APIs ഉണ്ട്. അതിലില്ലാത്തതാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അതായത് നമുക്ക് നാറ്റീവ് കോഡ് ആക്സസ് ചെയ്യാൻ കഴിയില്ല, നാറ്റീവ് ഫങ്ഷണാലിറ്റീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഫ്ലട്ടറിലുള്ള ഒരു ഫീച്ചറാണ് മെത്തേഡ് ചാനൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഫ്ലട്ടർ 100% നാറ്റീവ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം, എങ്ങനെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പ്ലാറ്റ്ഫോം ചാനൽസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? യു ക്യാൻ ആക്സസ് യുവർ നാറ്റീവ് ഓർ പ്ലാറ്റ്ഫോം സ്പെസിഫിക് കോഡ്. ആൻഡ് ദാറ്റ് മീൻസ് പ്ലാറ്റ്ഫോം സ്പെസിഫിക് കോഡ് മീൻസ് ആൻഡ്രോയിഡ് സൈഡ് ആൻഡ് iOS സൈഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ദ വീഡിയോ വൺസ് അഗെയിൻ. നമ്മൾ ഇനി അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. ഓക്കെ, ദിസ് ഇസ് നോട്ട് എ വീഡിയോ ഫോർ അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ആൻഡ് ദോസ് ഹു ആർ ഫെമിലിയർ വിത്ത് ഫ്ലട്ടർ and those who want to learn advanced concept in Flutter, and this video is for that people. Okay, നമ്മൾ എന്താണ് മെത്തേഡ് ചാനൽ എന്ന് ഓൾറെഡി ഒന്ന് പറഞ്ഞു. മെത്തേഡ് ചാനൽ എന്ന് പറയുന്നത് ഒരു ഫ്ലട്ടർ മെക്കാനിസം ആണ് ദാറ്റ് അലോ യുവർ ഡോട്ട് കോഡ് ഇൻ ഫ്ലട്ടർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് നാറ്റീവ് പ്ലാറ്റ്ഫോം കോഡ്. അതായത് നമ്മൾ എഴുതിയ ഡോട്ട് കോഡിനെ ഫ്ലട്ടറിൽ നമ്മൾ എഴുതിയ ഡോട്ട് കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ പ്ലാറ്റ്ഫോം കോഡ്. ആൻഡ് പ്ലാറ്റ്ഫോം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് iOS ആൻഡ് ആൻഡ്രോയിഡ് എന്നാണ്. Okay, this could be either Android or iOS. Okay, then ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ it is actually acting as a bridge between your Flutter and your platform code. Okay, then Flutter is great. It is very useful for building beautiful UIs. പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? We need to access some native functionalities. Like battery level, camera, Bluetooth, which are not directly accessible in Flutter. And ഈ സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? മെത്തേഡ് ചാനൽ എന്ന് പറയുന്ന ആള് come into play. Okay, and using that method channel, you can access all these native functionalities. You can see a diagram on your screen, and this is your Flutter app. Okay, and you can see a Flutter method channel and for your iOS host and a method channel for your Android host. And this diagram demonstrate take an example of Android app, and we are writing a method channel in Dart. Then using that we are interacting with your platform specific code, and whether it is iOS or Android. And take an example of Android platform, and we are going to write some code in your main.activity, and that is actually activity.kt or activity.java. That means നമ്മൾ ഏത് പ്ലാറ്റ്ഫോം എന്താണോ സ്പെസിഫിക് ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തത് അതനുസരിച്ചായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ ഫയൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യും?
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം എ പി ഐസ് ആക്സസ് ചെയ്യാം, തേർഡ് പാർട്ടി എ പി ഐസ് ഫോർ ആൻഡ്രോയിഡ് ആക്സസ് ചെയ്യാം. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ബ്രിങ് ദറ്റ് നാറ്റീവ് ഫംഗ്ഷനാലിറ്റി ഇൻ ടു ആപ്പ്. ഫ്ലട്ടർ ആപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഫ്ലട്ടേഴ്സ് ഡോട്ട് കോഡ് ആൻഡ് ദ പ്ലാറ്റ്ഫോം കോഡ്. അതായത് ഫ്ലട്ടറിൽ എഴുതിയ ഡോട്ട് കോഡും നിങ്ങളുടെ നാറ്റീവ് കോഡും തമ്മിലൊരു ബ്രിഡ്ജാണ് ആക്ച്വലി ഈ മെത്തേഡ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ മെത്തേഡ് ചാനൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ കോൾ നാറ്റീവ് ഫങ്ഷൻസ് ആൻഡ് പാസ് ഡാറ്റ ബാക്ക് ആൻഡ് ഫോർത്ത്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടുന്ന് അങ്ങോട്ടും ഡാറ്റ പാസ് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടും ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇഫ് യു വാണ്ട് ടു ആക്സസ് ദ ബാറ്ററി ലെവൽ ഓഫ് ദ ഡിവൈസ് ഫ്രം ദ ഫ്ലട്ടർ ആപ്പ്. നമുക്ക് ഈ ഫ്ലട്ടർ ആപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്, നമ്മൾ ഫ്ലട്ടർ ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, വാട്ട് ഈസ് എ ബാറ്ററി ലെവൽ ഓഫ് യുവർ ഡിവൈസ്, ആൻഡ് യു ക്യാൻ ആക്സസ് ദാറ്റ് ഡയറക്ട്ലി ഫ്രം ഫ്ലട്ടറിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദർ ആർ സം പാക്കേജസ്, ഒബ്വിയസ്ലി പാക്കേജസ് ഉണ്ട്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. പക്ഷേ നമ്മളത് മാനുവലി അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു മെത്തേഡ് ചാനൽ എഴുതി എങ്ങനെയാണ് അത് ആക്സസ് നാറ്റീവ് കോഡ് ആക്സസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ബാറ്ററി ലെവലാണ് എന്ത് ചെയ്യേണ്ടത്, ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ യു ക്യാൻ യൂസ് എ മെത്തേഡ് ചാനൽ ടു ഇൻവോക്ക് എ മെത്തേഡ് ഓൺ ദ നാറ്റീവ് സൈഡ് and get the battery level and send it back to Flutter. And I'll write that process here. It is like this. നമുക്ക് ചെയ്യേണ്ടത് എന്തായിരിക്കും, we want to access the battery level of, I think I have a typo, access the battery level of the device. Okay, and ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും, നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു റൈറ്റ് സംതിങ് കോൾഡ് എ മെത്തേഡ് ചാനൽ. എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ആപ്പ് സൈഡിൽ, ദാറ്റ് മീൻസ് ഫ്ലട്ടർ സൈഡിൽ ഒരു മെത്തേഡ് ചാനൽ എഴുതി. ഓക്കെ, ഇതെന്താണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എ ഡോട്ട് ഫയൽ ആൻഡ് വി ആർ റൈറ്റിംഗ് സം കോഡ്. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം, ഇതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വി ആർ ഇൻവോക്കിംഗ് എന്താണ് ഇൻവോക്ക് ചെയ്യുന്നത്, വി ആർ ഇൻവോക്കിംഗ് എ മെത്തേഡ് ഓൺ ദ നാറ്റീവ് സൈഡ് ടു get the battery level. Then we are send back the data to Flutter. This is what we are going to do. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മൾ ഈ പറയുന്ന ഫംഗ്ഷനാലിറ്റി. അപ്പോൾ ഞാൻ ബാറ്ററി ലെവലാണ് എടുത്തത്, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി കൻ ഡു ദിസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ മെത്തേഡ് ചാനൽ ഉപയോഗിക്കുന്നു, വൈ വി ആർ യൂസിങ് എ മെത്തേഡ് ചാനൽ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ കുറച്ച് തിയറി പറയുന്നുണ്ട്, ഡയറക്ട്ലി കോഡ് എഴുതാണ്ട് എന്താണ് ഇതെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കുറച്ച് തിയറി പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, ഇയാൾ കോഡൊന്നും എഴുതുന്നില്ല, ജസ്റ്റ് കുറേ തള്ളുകയാണെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് ആക്ച്വലി you need to know what is the background, like what is behind this thing. That's why I'm talking or writing some text here. Okay, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഒരു കാര്യം ചെയ്ത് കാണിച്ചാൽ അതന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് എഴുതാൻ കഴിയണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഓക്കെ, വൈ വുഡ് യു വാണ്ട് ടു യൂസ് എ മെത്തേഡ് ചാനൽ. എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനു നമ്മൾ മെത്തേഡ് ചാനൽ ഉപയോഗിക്കണം. ആക്ച്വലി നമുക്ക് എന്തുണ്ട്, നമുക്ക് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഫ്ലട്ടറിൽ അവൈലബിൾ അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെത്തേഡ് ചാനൽ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് പാക്കേജസ് അല്ലെങ്കിൽ പ്ലഗിൻസ് ഉണ്ടല്ലോ. We have Flutter plugins for many common use cases. Like നമുക്ക് എന്ത് വേണം, ഈ പറയുന്ന ബാറ്ററി ലെവൽ ആയാലും ക്യാമറ ആയാലും ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്, we have plugins. പക്ഷേ സംടൈംസ് നമുക്ക് എന്ത് വേണ്ടി വരും, പ്ലഗിൻസിന് ഇല്ലാത്ത അല്ലെങ്കിൽ കോമൺ അല്ലാത്ത ചില യൂസ് കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, യു നീഡ് സം സ്പെസിഫിക് നീഡ്സ് ഫോർ യുവർ ആപ്പ്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പറയുന്ന മെത്തേഡ് ചാനൽ ഉപയോഗിക്കാം. അതിൽ
ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ ആക്സസിങ് സെൻസേഴ്സ്, നമ്മളുടെ ഫോണിൽ ഡിഫറെൻറ്റ് സെൻസേഴ്സ് ഉണ്ട്. അതായത് പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്, അങ്ങനത്തെ കുറേ സെൻസേഴ്സ് നമ്മളെ ഫോണിനകത്തുണ്ട്. യു നീഡ് ടു ആക്സസ് ദി സെൻസേഴ്സ്. ദെൻ ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് നിങ്ങൾക്ക് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾക്ക്. ദെൻ നാറ്റീവ് UI കമ്പോണൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. ഓക്കെ. ദെൻ പിന്നുള്ളത് നിങ്ങൾക്ക് തേർഡ് പാർട്ടി SDK ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇത്തരം സെനാരിയിലൊക്കെ നമുക്ക് എന്ത് വേണ്ടി വരും, നമുക്ക് കസ്റ്റമൈസ് എന്ത് വേണ്ടി വരും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഡോണ്ട് വറി. കമ്പോണൻസ്. ഓക്കെ. ആൻഡ് അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും, അത്തരം സെനാരിയിൽ നമുക്ക് എന്ത് വേണ്ടി വരും, നമുക്ക് കസ്റ്റം കോഡ് എഴുതേണ്ടി വരും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ. ആൻഡ് ഇപ്പം ഇത് ഏകദേശം ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന മെത്തേഡ് ചാനൽ ആക്സസ്, അല്ലെങ്കിൽ മെത്തേഡ് ചാനൽ ഉപയോഗിച്ച് നമുക്ക് ബാറ്ററി ലെവൽ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ. നമുക്ക് ജസ്റ്റ് നമ്മൾ എന്താണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിൽ വി ഹാവ് എൻ ആപ്പ് ബാർ, ബാറ്ററി ലെവൽ എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ നമുക്കൊരു ഇവിടെ ഒരു വിഡ്ജറ്റ് ഉണ്ട്, അതിനകത്ത് നമ്മുടെ ബാറ്ററി ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ആർ ആക്ച്വലി റൈറ്റിംഗ് ദ എക്സാക്ട് വാല്യൂ 45% എന്ന് കാണിക്കുന്നത്. ഈ സ്ക്രീനാണ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത്. സിമ്പിൾ ആണ് നമുക്ക് ഈ ഒരു UI ബിൽഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം ഈ UI ഒന്ന് ബിൽഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് മെത്തേഡ് ചാനൽസ് എഴുതാം. ഓക്കെ. ഓക്കെ. നമുക്ക് നമ്മൾ UI ഒന്ന് ബിൽഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാം നമ്മളെ UI ജസ്റ്റ് ഒരു സെൻറ്ററിൽ ഒരു ബാറ്ററി ഇൻഡിക്കേറ്ററും അതിന് താഴെ ജസ്റ്റ് നമ്മുടെ ബാറ്ററി ലെവൽ നമ്മൾ എഴുതി കാണിക്കുന്നത് ഒരു ആപ്പ് ബാറും. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഐ ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഹിയർ ദാറ്റ് ഈസ് കോൾഡ്, you can give any name. I'm going to give battery level underscore page in a word. And this is a stateful widget, so import material, then create a stateful widget, and that is called battery level page. You can give any name here, battery level page. Okay. And this is going to return a scaffold here, and that is okay. You need an app bar, then title should be a text widget. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ബാറ്ററി ലെവൽ എന്ന്. ഓക്കെ. ഇനി നമ്മൾ മെയിൻ ഡോട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെറ്റീരിയൽ മൈ ആപ്പ് റൺ ആപ്പിലേക്ക് കോൾ ചെയ്തു. ദെൻ മെറ്റീരിയൽ ആപ്പ് റിട്ടേൺ ചെയ്തു. അതിൻ്റെ ഹോമിലേക്ക് I can call your battery level page, and that is a class. And save this. Now you have something like this. ഇതേപോലെ നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. ആൻഡ് ഇനി നമ്മളുടെ you can remove that banner from here. So debug show checked mode banner is actually false. Save this. Okay. And നമുക്കിത് വേണമെങ്കിൽ ഡാർക്ക് ആക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് I can give a background color for your, അല്ലെങ്കിൽ തീം എഴുതാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതുന്നുണ്ട്. And you can call color 0xFF 2D. Okay, now you have something like this, and I can copy this color to my app bar. Okay, now you need to style your text style, and that is color white. It's white. Okay, now you have a black background. And ഇനി നമുക്ക് വേണ്ട എന്താണ്, ഈ സ്കഫോൾഡിൻ്റെ സെൻറ്ററിൽ, ദാറ്റ് മീൻസ് ദ ബോഡി എന്ന് പറയുന്നത് ഞാൻ ഒരു സെൻറ്റർ വിഡ്ജറ്റിനെ കോൾ ചെയ്തു. ഓക്കെ. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ആ ബാറ്ററി ലെവൽ കാണിക്കുന്ന വിഡ്ജറ്റ് വേണം. ഓക്കെ. സോ യു ക്യാൻ ക്രിയേറ്റ് ഇറ്റ് ആസ് എ ന്യൂ ഫയൽ ദാറ്റ് ഈസ് കോൾഡ് battery underscore level underscore widget. Okay. And ഇതെന്തായിരിക്കും, import the material class here. Material, it's package and not class. Then you can create a class here. It's a stateless class that is battery level widget. Okay. ഇനി ഇത് റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് മേലെ ഒരു ബാറ്ററി ഇൻഡിക്കേറ്ററും താഴെ ഒരു ടെക്സ്റ്റും ഉണ്ട്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു കോളം ആയിരിക്കും. ആ കോളത്തിൻ്റെ ചിൽഡ്രൻ എന്ന് പറയുന്നത്
you can have a stack here. Okay, and എന്തുകൊണ്ടായിരിക്കും ഇത് സ്റ്റാക്ക് ആയത്? നമ്മളുടെ ഇറൈസറിൽ നമ്മൾ വരച്ച ചിത്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ? ലോട്ട് ഓഫ് ഇമെയിൽ ഐ ഡിസ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇറൈസറിൽ നമ്മൾ വരച്ച പിക്ചർ എന്ന് പറയുന്നത് eraser.io. Let me take my eraser here. Okay, ഇവിടെ ഒന്ന് ഓണായി വരട്ടെ, ഞാൻ അത് ക്ലോസ് ചെയ്തിരുന്നു. ഓക്കെ, ഇറേസറിൽ നമ്മളെ പിക്ചർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒരു കോളം, അതിലൊരു ബാറ്ററി ഇൻഡിക്കേറ്റർ, അതായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് അത് വരട്ടെ, അതെന്തോ അപ്പോൾ നമുക്ക് എന്ത് വേണം അതിൽ? നിങ്ങൾ ഞാൻ വരച്ച സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, അതിനകത്ത് എന്തുണ്ടായിരുന്നു? നമ്മളുടെ മെത്തേഡ് ചാനൽ ഞാൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ കണ്ടോ ഒരു കണ്ടെയ്നർ, അതിനകത്ത് വേറൊരു കണ്ടെയ്നർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? യുനിയുടെ സ്റ്റാക്ക്, നമുക്ക് ഒരു സ്റ്റാക്ക് വേണം. ആ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി മൾട്ടി ചൈൽഡ് വിഡ്ജറ്റ് ആണ്. സോ നമ്മൾ അതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാനൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ വിഡ്ത്ത് ഞാനൊരു 100 വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് എ 40 ഹൈറ്റ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് റൈറ്റ് സം ഡെക്കറേഷൻ. ഡെക്കറേഷൻ നമുക്കറിയാമല്ലോ, ബോക്സ് ഡെക്കറേഷൻ ക്ലാസ്സിൽ നിന്നുമാണ് വരുന്നത്. ദെൻ അതിനകത്ത് ഐ ക്യാൻ ഗിവ് എ ബോർഡർ ഫോർ ദിസ് തിങ്, border.all. Then you can have a color that is black. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി നമുക്ക് നോക്കാം ആ കളർ എങ്ങനെ ഉണ്ടായിരുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ 1.5 വിഡ്ത്ത് കൊടുത്തു. Okay, then after this you can have border radius, and this is another property, border radius, and that is circular of 5 എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് ഇവിടുത്തെ എറർ എന്തായിരിക്കും? ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് വേണം? സെമികോളൻ വേണം. ഇനി നമുക്ക് ഇതിന്റെ ചൈൽഡ് എന്ന് പറയുന്നത്, ഓക്കെ, and the child of this thing, this container is actually, it's not color, it's child is actually an align widget. Okay, then align widget അറിയാലോ അല്ലെ, alignment, and it's coming from alignment dot, I need center left. Okay, then ഇനിയോ ഇതിന്റെ ചൈൽഡ്, അലൈൻഡ് ചൈൽഡ് എന്തായിരിക്കും? ചൈൽഡ് ഇറ്റ്സ് എ കണ്ടെയ്നർ, അഗെയിൻ കണ്ടെയ്നർ. ഓക്കെ, ആൻഡ് വിഡ്ത്ത് ഈസ് ആക്ച്വലി നമ്മളിപ്പോൾ മാനുവലി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാനൊരു 45 എന്ന് കൊടുത്തു ഇവിടെ, പക്ഷെ അത് ഇവിടെയുള്ള ഈ വിഡ്ത്ത് നമുക്ക് ആക്ച്വലി വരേണ്ട ബാറ്ററി ലെവലിൽ നിന്ന് വരേണ്ടതാണ്. ഓക്കെ, ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിലാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ 36 ഹൈറ്റ് കൊടുത്തു. ദെൻ ഡെക്കറേഷൻ എന്ന് പറയുന്നത്, ഡെക്കറേഷൻ ആൻഡ് ബോക്സ് ഡെക്കറേഷൻ. ഓക്കെ, കളർ ഷുഡ് ബി, ഇപ്പം ഞാനിവിടെ ഒരു കളർ മാനുവലി കൊടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കളർ എന്ത് ചെയ്യണം? ബാറ്ററി ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യണം? കളർ നമുക്ക് ഗെറ്റ് ചെയ്യണം. ഗെറ്റ് ബാറ്ററി കളർ, അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യണം? അത് നമുക്ക് ഗെറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ബാറ്ററി ലെവൽ അനുസരിച്ച് നമ്മൾ ആ കളർ ഒന്ന് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഫുള്ളായി കഴിയുമ്പോൾ ഗ്രീൻ കളറൊക്കെ ആണല്ലോ. ഓക്കെ, അതിനുവേണ്ടി ദെൻ ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് ആൻഡ് സർക്കുലർ ആണ്. ലെറ്റ്സ് ഗീവ് എ 3 ഹിയർ. ഓക്കെ, നൗ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബാറ്ററിയുടെ ആ ടിപ്പ് ഉണ്ട്. ദാറ്റ് മീൻസ് അവിടെ നമുക്കൊരു സാധനം നമ്മൾ എഴുതിയിരുന്നു, അതിന്റെ പെർസെൻറ്റേജ് ഒക്കെ എഴുതിയിരുന്നു. സോ ലെറ്റ് മീ ക്രിയേറ്റ് എ കണ്ടെയ്നർ ഹിയർ, ആൻഡ് ദ വിഡ്ത്ത് ഈസ് ആക്ച്വലി 6 ഹിയർ. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് 20. Then the color is actually color that is black here. Let me give it white color here. White. Then that's it. ഇനി നമുക്ക് വേണ്ടത് ഇത് ആക്ച്വലി നമ്മൾ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് okay, and this is not battery indicator. This is actually ഇവിടെ നമുക്ക് എന്ത് വേണം? കളർ വൈറ്റ്. ലെറ്റ്സ് കംപ്ലീറ്റ് ദിസ് തിങ്. ആൻഡ് ഇത് നമുക്ക് തൽക്കാലം എഴുതണ്ട. അതിന് താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമുക്ക് ആ സ്റ്റാക്ക് കഴിഞ്ഞിട്ട് ഇതൊരു കോളമാണല്ലോ, അതിൻ്റെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് എ ടെക്സ്റ്റ് വിഡ്ജറ്റ്. ഇവിടെ നമുക്ക് നമ്മുടെ ബാറ്ററി ലെവലിനെ കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ ഹാർഡ് കോഡ് ചെയ്യുന്നുണ്ട് 45% എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മളുടെ എന്ത് വിഡ്ജറ്റ്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഇവിടെ കോൾ ചെയ്യണം. ഇതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി ലെവൽ വിഡ്ജറ്റ് ആണ്. ബാറ്ററി ലെവൽ widget. Let's save this. Nothing is coming here. Why it isn't coming? Okay, you have an error here, and that error is coming from. Let's check that. Let me stop this and run it again. Okay, error എന്തായിരിക്കും, നമ്മളിവിടെ കോളമാണ് റിട്ടേൺ ചെയ്യുന്നത്. അതിനുള്ളിലൊരു സ്റ്റാക്ക് ഉണ്ട്. ദെൻ നമ്മളതിനെ എങ്ങോട്ട് കൊണ്ടുവന്നു, ബാറ്ററി ലെവൽ പേജിലേക്ക് കൊണ്ടുവന്നു. ബാറ്ററി ലെവൽ അവിടെ നമ്മൾ സെൻറ്റർ വിഡ്ജറ്റ് കോൾ ചെയ്തു. ഓക്കെ, ആൻഡ് യു ഹാവ് ആൻ എറർ ഹിയർ, ആൻഡ് ലെറ്റ്സ് ഫിക്സ് ദാറ്റ് എറർ ഫസ്റ്റ്. ഓക്കെ, നമ്മളിവിടെ കോൾ ചെയ്ത വിഡ്ജറ്റ് മാറിയിട്ടുണ്ട്. ബാറ്ററി ലെവൽ, ഇറ്റ്സ് ആക്ച്വലി ബാറ്ററി ലെവൽ വിഡ്ജറ്റ്. ഓക്കെ, ആൻഡ് ഒന്നുകൂടി റൺ ചെയ്യാം. ഞാൻ നേരത്തെ എഴുതിയപ്പോൾ ഈ പേജിനെ തന്നെ ഇവിടെയാണ് കോൾ ചെയ്തത്, അതായത് എറർ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് അവിടുന്ന് ഓപ്റ്റ് ചെയ്ത് കൊടുത്താണ് അങ്ങനെ, അപ്പോൾ അത് മാറിയതാണ്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് തിരഞ്ഞാൽ കണ്ടെത്താൻ കഴിയില്ല. ഓക്കെ, ഇതാണ് നമ്മളുടെ നമ്മളുടെ വിഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യണം, ഇതിനെ ഒന്നുകൂടി ബ്യൂട്ടിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ പേജിൻ്റെ സെൻറ്ററിൽ വരണം. ഇതൊക്കെയാണ് നമ്മളുടെ ആവശ്യം. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ സെൻറ്ററിലേക്ക്, ഇതിൻ്റെ ബോർഡർ ഇപ്പോൾ ബ്ലാക്ക് ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ലെവൽ വിഡ്ജറ്റിൽ വന്നിട്ട് ദിസ് ഇസ് എ ബോർഡർ ആൻഡ് ദിസ് ഇസ് ആക്ച്വലി വൈറ്റ്. നൗ ഇറ്റ് ഈസ് വൈറ്റ്. Then I need to make this center, so you can give main axis alignment center. Now it is center, and where is that text is here, and ഇവിടെ ടെക്സ്റ്റ് അവിടെ ഉണ്ട്, കാണാത്തതാണ്. സ്റ്റൈൽ ചെയ്യാം, ടെക്സ്റ്റ് സ്റ്റൈല്, കളർ is actually white, and you can give a font size of 22. Now you have a text here, and ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സൈസ്ഡ് ബോക്സ് കൊടുക്കാം. ഹൈറ്റ് ഒരു 25 ഞാൻ കൊടുത്തു. ഓക്കെ, നൗ ദിസ് ഈസ് യുവർ ബാറ്ററി ലെവൽ. ഓക്കെ, ഇത് ഹാർഡ് കോഡ് ചെയ്ത വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് വരണം, നമുക്കിവിടെ ആക്ച്വൽ നമ്മളെ സിസ്റ്റത്തിലെ ബാറ്ററി ലെവൽ എന്താണോ അതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 100% ആണ് നമ്മുടെ എമുലേറ്ററിൽ. പക്ഷേ ഇൻ റിയൽ ഡിവൈസ് നിങ്ങൾക്ക് അത് മാറി വരും. അത് ഞാൻ റിയൽ ഡിവൈസ് കണക്ട് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു റൈറ്റ് ദാറ്റ് മെത്തേഡ് ചാനൽസ്. അപ്പോൾ അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ LIBയിൽ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് പേര് കൊടുക്കാവുന്നത് ഐ എം ഗോയിങ് ടു ഗിവ് മെത്തേഡ് ചാനൽ, മെത്തേഡ് അണ്ടർസ്കോർ ചാനൽ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്. നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യണം, ഈ ഫയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ഗോയിങ് ടു ഇൻവോക്ക് യുവർ നാറ്റീവ് സൈഡ്. നാറ്റീവ് കോഡിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിനകത്ത് എന്താണ് എഴുതേണ്ടത്, അങ്ങനത്തെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത്, നമ്മളെ ചാനലിന് യുണീക്കായിട്ട് എന്ത് ചെയ്യണം, ഒരു സ്ട്രിങ് ഐഡൻറ്റിഫയർ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ്, അതിൻ്റെ പേര് പ്ലാറ്റ്ഫോം സർവീസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ദ ക്ലാസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ഗോയിങ് ടു ഗിവ് എ യുണീക്ക് ഐഡൻറ്റിഫയർ ഫോർ യുവർ പ്ലാറ്റ്ഫോം. അപ്പോൾ ഞാനിവിടെ സ്റ്റാറ്റിക് കോൺസ്റ്റ് പ്ലാറ്റ്ഫോം equal to, you can call your method channel. Okay, now that is coming from your services.dart method channel, and you can give a unique name here. And ഇവിടെ കൊടുക്കേണ്ട പേര് that should be exactly match ചെയ്യണം.
നമ്മളെ നാറ്റീവ് സൈഡുമായിട്ട് എന്ത് ചെയ്യണം, ഈ ഐഡന്റിഫയർ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് വി ആർ ആക്ച്വലി ഗോയിങ് ടു ഗിവ് ദ പാക്കേജ് നെയിം com.example. This is your package name / you can give a channel name. Okay, ഞാനിവിടെ my channel എന്ന് കൊടുത്തു. Okay, put a semicolon here. ഓക്കെ, സോ അപ്പോൾ അത് മനസ്സിലായല്ലോ. നമ്മൾ യുണീക്ക് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു നമ്മൾ ഡാർട്ട് കോഡിൽ എന്ത് ചെയ്യണം, നമ്മൾ ചാനലിന് യുണീക്ക് ആയിട്ട് ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഇപ്പോൾ ചെയ്തത്. ഇനി ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, നമുക്ക് നാറ്റീവ് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതെന്തിനായിരിക്കും, നമുക്ക് വേണ്ടത് ഗെറ്റ് ബാറ്ററി ലെവലാണ്. ബാറ്ററി ലെവൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ വന്നിട്ട് ഒരു ഫ്യൂച്ചർ എഴുതുകയാണ്. ആൻഡ് there is something you need to know about this thing. I'll explain that. What is that എന്നുള്ള കാര്യം. അതായത് ഇവിടെ നമുക്കറിയാം, നമുക്ക് പ്ലാറ്റ്ഫോം ചാനൽസ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി 2 തരത്തിൽ ഉണ്ടായിരിക്കും. ഒന്ന് മെത്തേഡ് ചാനൽസ്, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എ ചാനൽ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ പ്ലാറ്റ്ഫോം യൂസിങ് അസിൻക്രോണസ് മെത്തേഡ് കോൾസ് ആൻഡ് ഇറ്റ്സ് എ ഫ്യൂച്ചർ. ആൻഡ് ഇതല്ലാണ്ട് നമുക്ക് എന്തുണ്ട്, ഈവൻ ചാനൽസ് ഉണ്ട്. എ ചാനൽ യൂസ് ടു ലിസൺ ഈവൻ സ്ട്രീംസ് ഫ്രോം ദ പ്ലാറ്റ്ഫോം. അതായത് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഈവൻ സ്ട്രീമിന് ലിസൺ ചെയ്യുന്ന ചാനൽസ് ഉണ്ടാവും. അപ്പോൾ ചാനൽസ് എന്തുണ്ട്, ദർ ആർ 2 types of platform channels. One is called method channel, another one is called event channel. And method channel ഉപയോഗിക്കുന്ന എന്തായിരിക്കും, അസിൻക്രോണസ് മെത്തേഡ്സ് ആണ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ പ്ലാറ്റ്ഫോം. ആൻഡ് ഈവൻ ചാനൽ എന്ന് പറയുന്നത് ഈവൻ ചാനൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ എന്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ ഹാപ്പൺ ചെയ്യുന്ന ഈവൻ സ്ട്രീംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്ലട്ടറിൽ കൊണ്ടുവരാം. ആൻഡ് തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ സ്ട്രീം. നിങ്ങൾ ഫയർ ബേസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ ഫ്യൂച്ചറും സ്ട്രീമും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് മെത്തേഡ് ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, വി ആർ ഗോയിങ് ടു ഡിഫൈൻ എ ഫ്യൂച്ചർ ഹിയർ. അസിൻക്രോണസ് ആണ് ഫ്യൂച്ചർ and future void. Okay, now you can give a name for this thing, get battery level. Okay, and that is a method, get battery level. Now you can try something. എന്തായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിവിടെ നമ്മളുടെ ബാറ്ററി ലെവൽ എന്ത് ചെയ്യണം, കിട്ടണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഐ എം ഗോയിങ് ടു കോൾ എ ഫൈനൽ ഇൻറ്റ് ബാറ്ററി ലെവൽ ഈക്വൽ ടു we are going to await for our platform, await, and this is an asynchronous operation and this is an async operation because we are going to use future here. And await, എന്തിനു വേണ്ടി await ചെയ്യുന്നത്, you can access your platform and this is a platform, this thing platform dot നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇൻവോക്ക് ചെയ്യണം. എന്തിനാ ഇൻവോക്ക് ചെയ്യേണ്ടത്, മെത്തേഡിന്റെ പേര്, യു ക്യാൻ പാസ് ദ മെത്തേഡ് നെയിം ആൻഡ് യുവർ മെത്തേഡ് നെയിം ഈസ് ആക്ച്വലി ഗെറ്റ് ബാറ്ററി ലെവൽ എന്ന് പറയുന്ന മെത്തേഡ്. ആൻഡ് ഇത് എവിടെ എഴുതുന്ന മെത്തേഡാണ്, നമ്മളിവിടെ എഴുതുന്നതല്ല, നമ്മൾ അവിടെ, അതായത് നാറ്റീവ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ മെത്തേഡ് എഴുതും. അത് അവിടെ ഇൻവോക്ക് ആവും. അത് സിസ്റ്റത്തിൽ നിന്ന് നാറ്റീവ് സൈഡിൽ നിന്ന് ബാറ്ററി ലെവൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. അത് ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഈ ചാനൽ വഴി നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ആപ്പിൽ ഉപയോഗിക്കാം. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മൾ ഇവിടെ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, റിട്ടേൺ വി ആർ ഗോയിങ് ടു റിട്ടേൺ ബാറ്ററി level. Okay, dollar battery level. You need to be that to be in percentage and put a semicolon here, and we have an error here, and it's actually it's not a future void, it's actually a future string. Okay, then get battery level.
ഓക്കെ. ദെൻ ഇനി നമുക്ക് വേണ്ട എന്താണ്, you need to catch the errors. You can catch errors. നിങ്ങൾക്ക് ഇവിടെ പ്ലാറ്റ്ഫോം എക്സെപ്ഷൻസ് എഴുതാം. ഓൺ പ്ലാറ്റ്ഫോം എക്സെപ്ഷൻ. ഓക്കെ. ഈ എക്സെപ്ഷൻ ഹാൻഡിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എക്സെപ്ഷൻ ഹാൻഡിലിങ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ. ഓൺ പ്ലാറ്റ്ഫോം എക്സെപ്ഷൻ ക്യാച്ച് ദാറ്റ് എറർ ഈ. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, യു ക്യാൻ റിട്ടേൺ സംതിങ് ഫ്രം ഹിയർ. റിട്ടേൺ failed to get battery level. Okay, and let's fix that typo here and put a semicolon here. ഓക്കെ. ആൻഡ് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മളെ മെത്തേഡ് എഴുതി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫ്യൂച്ചർ മെത്തേഡ് എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻ പ്ലാറ്റ്ഫോം ഡോട്ട് ഇൻവോക്ക് മെത്തേഡ് എഴുതി. ദെൻ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ഗോയിങ് ടു പാസ് ദിസ് ഗെറ്റ് ബാറ്ററി ലെവൽ എന്നുള്ളത്. ഓക്കെ. ദെൻ ദാറ്റ് വിൽ ഇൻവോക്ക് a method to get the battery level and you will get the battery level back. ഇനി നമ്മൾ എഴുതേണ്ടത് എവിടെയായിരിക്കും, ഇനി നമ്മൾ എഴുതേണ്ടത് എന്തായിരിക്കും, നമ്മളുടെ ആൻഡ്രോയിഡ് സൈഡിലും iOS സൈഡിലും. ഇപ്പം ഞാനിവിടെ ആൻഡ്രോയിഡ് സൈഡാണ് കാണിക്കുന്നത്, ബിക്കോസ് ഞാനിപ്പോൾ നിൽക്കുന്നത് വിൻഡോസ് മെഷീനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആൻഡ്രോയിഡ് സൈഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇനി നമ്മളുടെ പ്ലാറ്റ്ഫോം സൈഡിൽ പോകണം. ഏതാണ് പ്ലാറ്റ്ഫോം, നിങ്ങൾ iOS ആണോ ആൻഡ്രോയിഡ് ആണോ, അതോ ബോത്ത് ആണെങ്കിൽ രണ്ടിലും പോകണം. എന്നിട്ട് എന്ത്, നമ്മൾ പ്ലാറ്റ്ഫോം സൈഡിൽ നമ്മൾ iOS ആണെങ്കിൽ വി ഹാവ് ടു ഗോ ടു iOS ഫോൾഡർ. നമ്മളിപ്പോൾ ആൻഡ്രോയിഡാണ് ചെയ്യുന്നത്. ആൻഡ്രോയിഡിൽ ആപ്പിൽ പോവുക, SRC ഫോൾഡർ തുറക്കുക, അതിൽ മെയിൻ തുറക്കുക, അതിൽ കോട്ട്ലിൻ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടായിരിക്കും. ആൻഡ് യു ക്യാൻ ഓപ്പൺ ദിസ് മെയിൻ ഡോട്ട് ആക്ടിവിറ്റി ഡോട്ട് KT ആൻഡ് വി ഹാവ് ടു റൈറ്റ് ദ മെത്തേഡ് ഹിയർ. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ നമ്മളെ മെത്തേഡ്, അതായത് ആൻഡ്രോയിഡ് സൈഡിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഫയലിൽ എന്ത് ചെയ്യണം, നമുക്ക് ഡാർട്ടിൽ നിന്നും കോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ ഡാർട്ട് കോൾസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള നാറ്റീവ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത്, നമുക്ക് എന്തായിരിക്കും വേണ്ടി വരിക നോക്കാം. നമുക്കിവിടെ ഗോ ടു യുവർ മെത്തേഡ് ഡോട്ട് ആക്ടിവിറ്റിയിൽ പോയി. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ റൈറ്റിംഗ് സം കോട്ട്ലിൻ കോഡ്. ആൻഡ് ഐ തിങ്ക് യു നോ, സം ഓഫ് യു മേ ആർ ഫെമിലിയർ വിത്ത് ദ കോട്ട്ലിൻ ലാംഗ്വേജ്. ഓക്കെ. ഐ എം നോട്ട് എ കോട്ട്ലിൻ ഡെവലപ്പർ, ബട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, വി ഹാവ് എ ക്ലാസ് ഹിയർ that is main dot activity. Let me remove everything from here. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഇവിടെ നിർത്തുകയാണ്, ഈ രണ്ടെണ്ണം. ബാക്കി ഈ ക്ലാസ് ഞാൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ. ആൻഡ് ലെറ്റ്സ് റൈറ്റ് ദ കോഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ കോഡ് എഴുതാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ആൻഡ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ ദ ക്ലാസ് ഹിയർ. ക്ലാസ് ദാറ്റ് ഈസ് മെയിൻ ആക്ടിവിറ്റി കോളൻ, ദെൻ Flutter activity. Okay, then open the braces. Then you have to define your channel, and this is a private thing, private val channel equal to, and you can give the channel name com.example slash, and what is the channel name, നമ്മൾ നേരത്തെ കൊടുത്തത് ഓർമ്മ ഉണ്ടല്ലോ, നമ്മളിവിടെ ചാനൽ നെയിം കൊടുത്തു, this thing. and ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ പാസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. Okay, now you can write a method here, and you can write some override. Then ഇതിൽ മെത്തേഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് കീവേഡ് ഫംഗ്ഷൻ fun ആണ്, fun. Then you can define the method here, configure Flutter engine എന്ന് പറയുന്ന മെത്തേഡ് ഞാൻ എഴുതി, configure Flutter engine. And you can pass the parameter Flutter engine, and that is Flutter engine. Okay. And you have to import something to get this Flutter engine, and that is you need to import io dot flutter embedding, io dot
flutter dot embedding dot engine dot flutter engine. Okay, and you need to import this package. I think you have flutter activities there, and you have flutter engine is there, and you are inside main.activity.kotlin. Okay, now this is the method, and here we have to call super dot configure flutter engine, and you can pass the flutter engine here. Okay, then now you can call the method channel. Okay, and I need to import that method channel here, and you can import that from import io dot flutter dot plugin dot common dot method channel. Okay. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ മെത്തേഡ് ചാനൽ പ്ലഗിൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. നൗ യു നീഡ് ടു ഹാവ് റൈറ്റ് ദ മെത്തേഡ് ദാറ്റ് ഷുഡ് ബി ആക്ച്വലി method channel okay, and you have to pass the flutter engine, and you can pass the flutter engine dot executor. Okay, then you have the binary. I'll explain what all these things: binary messenger. Okay, then you have to pass the channel, and your channel is actually channel. Okay, then dot set method call handler. Okay, now you have to pass a call, then after this you have to have result. Okay, then after this thing you can have if call dot method equal to get battery level, then val battery level equal to get battery level. Okay, if battery level not equal to 1, result dot success battery level, and you can have an else part here, else result dot error. You can pass something called unavailable, comma, battery level is not available, comma, you can pass a null here. Okay, then you can write an else part for this. If your else result dot not implemented.
Okay, so we just write a method channel to invoke that method from Dart, or and we have a typo here. This is Dart, the Dart executor, exe executor, and check the spellings. Executor, Dart executor. Okay, now you need to import. I think you need to import some channel. You have already method channel. Then you can have this something called the context import android.os.content.context. Okay, then you can import. You need the battery android os dot bundle android.os.bundle, b is capital actually, bundle. Then you need to import the battery manager, import android.os.battery manager. Okay, and we haven't used all these things, and you need to write a private method here. After this function, you need to write some private methods here. Okay, and that is private function get battery level. Okay, then the return type is actually int. Then you have to have val battery manager equal to get system service context dot battery underscore service as battery manager. And I think I have an error here, and this C is actually capital, context dot battery service. Okay, that's correct right now. And after this, and you can and battery manager. Okay, after this we have to return battery manager dot get int property, and that is actually battery manager dot battery property capacity, and you can find that from here, battery property capacity, this thing. Okay, and you can see an error here, and don't worry, and I think that won't create an issue in our program. Okay, and we have write a method channel. I have some errors here, call, and what is the error actually, cannot infer a type, this is parameter. And don't worry, let's try this thing, and this is get battery level. What happened? And this is in double quotes, call.c is actually capital here, and this is capital, call dot method equal to get battery level, get batterylevel. Okay, and too many characters, equal to battery level, and that may create an issue. What is the problem? And set method call handler, okay, I think it's correct right now, and this is in double quotes. Okay, that's inside double quotes. That's the issue. Okay, and fix all that typos and errors, and ഞാൻ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്തപ്പോൾ കുറച്ച് errors ഒക്കെ വന്നിരുന്നു. Okay, now we just wrote that method here in our platform side. Now come back to the Android lib folder. Inside the lib folder, you can go to the battery level page. Okay, and
inside the battery level page, we have to write some logic here. That is a stateful widget. Okay, we need to call that get battery level method. So let's write that get battery level method here. And after this thing, now we have to invoke that method from the Flutter side. Okay, so I'm going to call a method here future, and the type is void, and I'm going to write underscore get battery level. Okay, and this is an async method. Async. Now I'm going to return an integer here. No, I'm going to declare a variable int battery level. Okay, now try to get that, try to invoke that method. I'm going to try something. Final int result equal to await. You can call the platform here. So you need to define the platform. Okay, so we haven't defined the platform here. So before this thing, I'm going to define the static const platform equal to method channel. Okay, and pass that platform com dot example and slash my underscore channel. Okay, now you can use that platform here, platform dot and platform dot invoke method, and that is get battery level. Okay, and this will give you the battery level. So I need to store that battery level in a variable, and we already defined the battery level here. Battery level equal to result. Okay, then you can catch the errors on platform exception. Catch E. Okay, then your battery level equal to -1. Okay, now after this you can call a set state and underscore battery level. No, this is underscore battery level. We haven't defined this thing, and this is actually you have to store that battery level in a variable. So that should be int underscore battery level equal to, initially that is -1, and okay, that's okay, initially that is -1. Right now this is battery level. Okay, so we just wrote a function to trigger that in method channel, and this is the code to trigger that method channel. Okay, now you need to write the init state. Init state, where is the code? Where do you write that init state? And you can write here init state. Make sure that make sure that this is a stateful widget. Okay, and you can write the init state here, init state, and here we need to call that underscore battery level equal to, no, this is not a method, and you need to call underscore get battery level. Okay, this is the method to get the battery level. Okay, now we have to alter something here, and if you are not getting the battery level, you need to show a circular progress indicator. Otherwise you need to show this battery level widget. Okay, and how can you show that? And you can write something underscore battery level equal to -1. Then you can show a circular progress indicator. Otherwise, and this is equal to -1, equal to -1. Otherwise you need to show the battery level widget. Okay, now let me reload
something here, and you have an error here, unhandled exception, missing plugin, no implementation form. Let me stop this. Okay, then I'm going to run this again. Okay, we made a lot of changes in the Android side, I mean the native side, and you have an error, some errors here, and you can get rid of this thing by going to your and app folder, then src, inside the manifest file. You need to write something here, and you need to make some changes here, and come to your manifest file, and inside this thing, and this your Android schema, you can see this line here, and you need to pass the package name here, and that is actually by using package equal to in quotes com dot example dot what is the package name, and this is method channel demo actually. Okay, and that's okay. Then I think come down, that is okay, and I think everything is okay, other things are okay. Now you can close this, and you need to do some changes inside your build.gradle. Okay, here, and you need to make sure that you are using your minimum SDK version is actually 21. Your target SDK version, I'm going to give this as 33. Okay, and at the top also you can see your compiled SDK version, that is 33. Okay, and we made a lot of changes here. Now you need to restart your app. Okay, and let me clean your app, clean the app first, and you can use the command flutter clean. Okay, and this will delete the old build. Okay, now after this thing, you need to flutter pubget. Okay, now you can run your app. Now you can run your app. Okay, and this, let's wait for the app to be loaded. Okay, so wait a second, it's running, and maybe I'm expecting some errors. Yes, you have an error here. Okay, and it's you have an error here, method channel unresolved reference code. Okay, and you have to have something here, you have some errors here. So let's check the main dot activity and fix that error. Okay, so method channel uh, flutter engine, flutter engine dot dart exe executor dot binary messenger channel, then dot set method call handler. Okay, and you can pass a call here, then you can have a result. Then this thing is small letter call. Okay, and this thing is small letter, and I think നേരത്തെ ഞാനത് ക്യാപിറ്റൽ ആക്കണമെന്ന് പറഞ്ഞത് സ്മോൾ ലെറ്റർ. Okay, let me run it again. And you still have error, and let me clean this thing one more time, flutter clean. Okay, and after this flutter pubget, then let's run this again. Okay, you still have error, and this is 21 unresolved reference in 21. And what is the 21? And this is called at method equal to get battery level. Where is the function get battery level? Get battery level. Okay, get battery level. Okay, let's debug this thing, and we have error at which line? 21st line, unresolved method, unresolved reference method.
Okay, this is I have a typo here. Okay, let me run this again. Okay, now it's running and it's actually loading something here. And you have the app here, it's showing 45 percentage. Okay, now you need to come to your this battery level widget, and now you can load the actual data. And inside the battery level widget, you need to pass some value here. So you have to define int battery level. Okay, pass that inside your constructor here, and this is this dot battery level, and this is a final thing because the constructor is const. Okay, null because final int battery level, and this may be required. You can make this required. Okay, now come back to your battery level page. Now you have to pass the value, and you can have that battery level variable here, and this is actually battery level. Okay, now you'll get battery level inside your this variable, and now you can utilize that inside your UI. Okay, come here. Then what do you want to show that? And you want to show that in your width. Okay, and height is 36. Here we manually we hard coded a width here, and I'm going to have something here battery level divided by 100 star 96. Okay, and this will fill the width based on the battery level. Okay, and color, actually we given the color as orange. I'm going to write a function here, get battery color. Okay, you can call that function here, get battery color, and this will return a color. You need to write the method here, color underscore get battery color. Okay, now you can write an if here, if battery color, no, battery level that is greater than 50, you can return a color, and that should be return colors dot green. And else if battery level less than, no, greater than 20, we can return colors dot orange. Else you can write a lot of logic here, I mean lot of colors. I'm going to return only two colors. In else return colors dot, I'm going to actually return three colors dot red. Okay, now you put a comma here and save this. Now you got 45% greater than 45 percentage, and that is actually, it's actually filled this thing. Why it is filled? Okay, now I'm going to have that positioned widget here, copy and paste it here. I think I have an error here. Let me reboot this thing. Okay, now you have 45 percentage. No, it's actually full battery. That's why it is like this. I need to check this thing, that is dollar battery level, and save this. That is 100 percentage. That's why it is full. And now this thing, and this is actually that black color here, that widget. What is that widget? I think we don't need this thing. Okay, save this. Okay, and this is actually 100 percentage battery level percentage. Okay, so it's actually inside your
emulator, it always 100%. It won't come down. And now let's try this on a real device. ഓക്കെ, നമുക്ക് ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് ഒരു റിയൽ ഡിവൈസിൽ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കോഡ് എഴുതി ആൻഡ് ഞാൻ എൻ്റെ ഫോൺ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെർർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് എ റിയൽ ഡിവൈസ്. ആൻഡ് ലെറ്റ് മീ റൺ ദിസ് ആപ്പ് ഓൺ ഇറ്റ്സ് ആക്ച്വലി റണ്ണിങ്. ആൻഡ് ലെറ്റ് മീ ക്ലോസ് ദാറ്റ്, then run it again. Okay, and now you can see the battery is actually 44%, and we are expecting that in our app. Okay, അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ആപ്പ് റണ്ണായി വരുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് റണ്ണിങ് ഹിയർ. നൗ യു ഗോട്ട് 44%. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, സക്സസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു മെത്തേഡ് ചാനൽ ഉപയോഗിച്ച് എന്ത് ചെയ്തു, നാറ്റീവ് കോഡിനെ ഇൻവോക്ക് ചെയ്തു ഇവിടെ. ദെൻ ആ നാറ്റീവ് കോഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് ബാറ്ററി ലെവൽ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്തു, വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ദ റിയൽ ബാറ്ററി സ്റ്റാറ്റസ്. ദെൻ വി ആർ റിട്ടേണിംഗ് ദാറ്റ് ടു ഫ്ലട്ടർ കോഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ എന്താണ് മെത്തേഡ് ചാനൽ എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത്, നമ്മൾ ഔട്ട്പുട്ട് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെത്തേഡ് ചാനൽസ് എഴുതാൻ പറ്റും. അതായത് രണ്ട് തരത്തിലുള്ള മെത്തേഡ് ചാനൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഒന്ന് ദിസ് മെത്തേഡ് ചാനൽ ആൻഡ് യു ക്യാൻ ഹാവ് എ സ്ട്രീം ഹിയർ. സ്ട്രീം ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സ്ട്രീം ചെയ്തിട്ടില്ല. അതായത് ബാറ്ററി ഇങ്ങനെ എന്ത് ചെയ്യണം, റൈറ്റ് നൗ നിങ്ങൾക്ക് ബാറ്ററി സ്റ്റാറ്റസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ഇതിപ്പോൾ പുതിയ ബാറ്ററി സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ നമ്മൾ റീലോഡ് ചെയ്താലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അപ്പോഴേ നമ്മൾ അഗെയിൻ ഒന്നുകൂടി ഇൻവോക്ക് ചെയ്തിട്ടാണ്. ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമ്മൾ വൺസ് ഒരു റിക്വസ്റ്റ് ഇട്ടു, അത് നിങ്ങൾക്ക് കിട്ടി. അടുത്ത കറണ്ട് സാധനം കിട്ടണമെങ്കിൽ പിന്നെയും നമ്മൾ റിക്വസ്റ്റ് ഇട്ടാലേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് കിട്ടുള്ളൂ. സ്ട്രീം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് കണക്ഷൻ ഉണ്ടായിരിക്കും. ആ ഡാറ്റ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രീം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, ആൻഡ് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുകൂടി കോഡ് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ കോട്ട്ലിൻ കോഡ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മളെ കോട്ട്ലിൻ കോഡ് ഓപ്പൺ ആയിരിക്കുന്നുണ്ട്. ലെറ്റ് മീ മേക്ക് ദിസ് ടു എ സൈഡ്. ഓക്കെ, സംഭവം ഹിയർ. ഓക്കെ, ആൻഡ് ഇനി നമ്മളുടെ കോട്ട്ലിൻ കോഡ് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് wait a second. Okay, നമുക്ക് ജസ്റ്റ് ഈ കോഡ്, അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ആക്ടിവിറ്റിയിൽ വന്നു. മെയിൻ ആക്ടിവിറ്റിയിൽ നമ്മളൊരു മെത്തേഡ് എഴുതിയിട്ടുണ്ട്, കോൺഫിഗർ ഫ്ലട്ടർ എഞ്ചിൻ എന്ന് പറയുന്നൊരു മെത്തേഡ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ കോൾ കോൺഫിഗർ ഫ്ലട്ടർ എഞ്ചിൻ. that overrides a method from flutter activity class. That's what we write here. ദെൻ ഇനി നമുക്ക് വേണ്ടത്, ഇതിനകത്ത് നമ്മളൊരു പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്, ഫ്ലട്ടർ എഞ്ചിൻ, വിച്ച് റെപ്രസെൻറ്റ്സ് എ എഞ്ചിൻ ദാറ്റ് പവേഴ്സ് എ ഫ്ലട്ടർ എക്സ്പീരിയൻസ് ഇൻ യുവർ ആൻഡ്രോയിഡ് ആക്ടിവിറ്റി. അതായത് നമ്മളുടെ പ്രൊജക്റ്റ് ഒരു ഫ്ലട്ടർ പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ആ ഫ്ലട്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് വിച്ച് റെപ്രസെൻറ്റ്സ് ദ എഞ്ചിൻ ദാറ്റ് പവേഴ്സ് യുവർ ഫ്ലട്ടർ ആക്ടിവിറ്റി, ആൻഡ്രോയിഡ് ആക്ടിവിറ്റി. ആൻഡ് ഓവർറൈഡ് കീവേഡ് നിങ്ങൾക്ക് അറിയാം, ഓവർറൈഡിങ് മെത്തേഡ് ഫ്രം ദ പാരന്റ് ക്ലാസ് ആണ്. ദെൻ യു ഹാവ് എ സൂപ്പർ ഡോട്ട് കോൺഫിഗർ ഫ്ലട്ടർ എഞ്ചിൻ. And this line is actually calling a method of the parent class. That is, parent class ഒരു മെത്തേഡ് ആണ് configure flutter engine, അതിനെ കോൾ ചെയ്യണം. ദെൻ ഇനി നമുക്ക് ഇതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ യു ഹാവ് സംതിങ് കോൾഡ്, ഒരു മെത്തേഡ് ഉണ്ട്, മെത്തേഡ് ചാനൽ. ദെൻ അതിനുള്ളിലേക്ക് നമ്മൾ ഫ്ലട്ടർ എഞ്ചിൻ ഡോട്ട് എക്സിക്യൂട്ടർ ഡോട്ട് ബൈനറി മെസ്സഞ്ചർ, ദെൻ ഒരു ചാനൽ എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു കോൾ ബാക്ക് വിളിച്ചിട്ടുണ്ട്, സെറ്റ് മെത്തേഡ് കോൾ ഹാൻഡ്ലർ എന്ന് പറഞ്ഞിട്ട്. Then ഈ മെത്തേഡ് ചാനൽ എന്ത് ചെയ്യുന്നത്, ഇറ്റ്സ് ക്രിയേറ്റ് എ ന്യൂ മെത്തേഡ് ചാനൽ ഇൻസ്റ്റൻസ്. ദിസ് ചാനൽ ഈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ ഫ്ലട്ടേഴ്സ് ഡോട്ട് കോഡ് ആൻഡ് ആൻഡ്രോയിഡ് നാറ്റീവ് കോഡ്. അപ്പോൾ ഈ ചാനൽ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലട്ടർ കോഡും ആൻഡ് നാറ്റീവ് കോഡും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. ദെൻ ഇനി ഈ രണ്ടാമത് എഴുതിയ ഫസ്റ്റ് പാരാമീറ്റർ, അതായത് ഫ്ലട്ടർ എഞ്ചിൻ ഡോട്ട് എക്സിക്യൂട്ടർ ഡോട്ട് ബൈനറി മെസ്സഞ്ചർ എന്ന് പറയുന്നത്, ദാറ്റ് സെൻഡ്സ് ആൻഡ് റിസീവ്സ് മെസ്സേജസ് ഫ്രം ഡോട്ട് ടു ദ പ്ലാറ്റ്ഫോം. ഡോട്ടിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ഡോട്ട് എക്സിക്യൂട്ടർ ബൈനറി മെസ്സഞ്ചർ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ കമ്മ്യൂണിക്കേഷൻ ലെയർ ബിറ്റ്വീൻ ഡോട്ട് ആൻഡ് നാറ്റീവ് കോഡ്. നാറ്റീവ് കോഡും
നമ്മളുടെ ഡാർട്ട് കോഡും തമ്മിലൊരു കമ്മ്യൂണിക്കേറ്റീവ് ലിങ്ക് ആണ് ആക്ച്വലി ഈ പറയുന്ന ഫ്ലട്ടർ എഞ്ചിൻ ഡോട്ട് ഡാർട്ട് എക്സിക്യൂട്ടർ എന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത് കൊടുത്ത ഈ പാരാമീറ്റർ ചാനൽ എന്ന് പറയുന്ന പാരാമീറ്റർ, ദിസ് ഈസ് എ സ്ട്രിംഗ് കോൺസ്റ്റന്റ് ദാറ്റ് ഡിഫൈൻസ് ദ നെയിം ഓഫ് ദ മെത്തേഡ് ചാനൽ. നമ്മളുടെ മെത്തേഡ് ചാനലിന്റെ പേരാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് എന്ത് ചെയ്യണം, നമ്മളെ ഡാർട്ട് കോഡിൽ നമ്മൾ കൊടുത്ത ആ സ്ട്രിങ്ങുമായിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി ഇവിടെ ഒരു കോൾ ബാക്ക് ഉണ്ട്, സെറ്റ് മെത്തേഡ് കോൾ ഹാൻഡ്ലർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ രണ്ട് പാരാമീറ്റർ, കോൾ എന്നുള്ള ഒരു പാരാമീറ്ററും കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് എന്ന് പറയുന്ന പാരാമീറ്ററും കൊടുത്തിട്ടുണ്ട്. ദെൻ യു ഹാവ് എ ഫംഗ്ഷൻ ഹിയർ. അത് കോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻകമിംഗ് മെത്തേഡ് കോൾ ഫ്രം ദ ഡാർട്ട് കണ്ടെയ്നിങ് ദ മെത്തേഡ് നെയിം ആൻഡ് എനി ആർഗ്യുമെന്റ്സ്. റിസൾട്ട് എന്ന് പറയുന്നത് റിസൾട്ട് തിരിച്ച് ബാക്ക്, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ്. ഇതൊക്കെ ഇതിനകത്ത് നമ്മൾ ഒരു കോള്, അതായത് ഈ ഒരു കാര്യം വേണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെത്തേഡ് ചാനലിൽ ഒരു മെസ്സേജ് പാസ് ചെയ്തു, ആ കോൾ ആണ് ഈ വേരിയബിൾ. ദെൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആണ് ഇതിലുണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് യൂസ് ടു സെൻഡ് ബാക്ക് ദ റിസൾട്ട് ടു ദ ഡാർട്ട് സൈഡ് വെദർ ഇറ്റ് സക്സസ് ഓർ എൻ എറർ ഓർ എ നോട്ടിഫിക്കേഷൻ ദാറ്റ് മെത്തേഡ് ഈസ് ഇംപ്ലിമെന്റഡ്. 3 കേസ് ഉണ്ട് ഇവിടെ നോക്കുക. നമ്മൾ ആ മെത്തേഡ് കോൾ എടുത്തിട്ട് ഇഫ് മെത്തേഡ് ഡോട്ട് കോൾ ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു ഈ മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിവിടെ പറഞ്ഞു ബാറ്ററി ലെവൽ എന്ന് പറയുന്നത് ഗെറ്റ് ബാറ്ററി ലെവൽ, ആൻഡ് ദാറ്റ് മെത്തേഡ് ഇസ് ഹിയർ. ഗെറ്റ് ബാറ്ററി ലെവൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ബാറ്ററി ലെവൽ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ദിസ് തിങ്. അവിടെ നമ്മൾ എത്തിയിട്ടില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് വേണം, ബാറ്ററി ലെവൽ എന്ന് പറയുന്നത് ഈ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ ദാറ്റ് ഈസ് സക്സസ്. ബാറ്ററി ലെവൽ എന്ന് സക്സസ് ആണ്. അല്ലെങ്കിൽ എന്തായിരിക്കും, അൺഅവൈലബിൾ ആണെന്ന് പറഞ്ഞു. അതും അല്ലെങ്കിൽ എന്തായിരിക്കും, അങ്ങനെ ഒരു ഫീച്ചറെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇറ്റ്സ് നോട്ട് ഇംപ്ലിമെന്റഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ എഴുതിയ കോഡ്. ഇനിയുള്ളത് ഗെറ്റ് ബാറ്ററി ലെവൽ എന്ന് പറയുന്ന മെത്തേഡ്. ഗെറ്റ് ബാറ്ററി ലെവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗെറ്റ് ബാറ്ററി ലെവലാണ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മളുടെ സർവീസ് ഗെറ്റ് സിസ്റ്റം സർവീസ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി കുറേ ഇമ്പോർട്ടുകൾ നമ്മൾ ഇവിടെ നടത്തിയിട്ടുണ്ട്, നമുക്ക് കാണാം. ഇതിനകത്ത് എന്തുണ്ട്, ബാറ്ററി, ഐ തിങ്ക് ബാറ്ററി മാനേജർ ഉണ്ട്. ദെൻ കോണ്ടെക്സ്റ്റ്, കണ്ടന്റ് കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മെത്തേഡ് ചാനൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ബാറ്ററി കോണ്ടെക്സ്റ്റ് ഡോട്ട് ബാറ്ററി സർവീസിന്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി. ഇവിടെ ബാറ്ററി മാനേജറിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഉണ്ടാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്തു, ബാറ്ററി മാനേജർ ഡോട്ട് ഗെറ്റ് ഇൻഡ് പ്രോപ്പർട്ടി, ആ ബാറ്ററി മാനേജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാറ്ററിയുടെ ഡിഫറെന്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ഐ ഷോ യു സംതിങ് ഹിയർ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് കളഞ്ഞിട്ട് ഇവിടെ ഈ സാധനം കളഞ്ഞിട്ട് യു ഹാവ് ലോട്ട് ഓഫ് പ്രോപ്പർട്ടി ഹിയർ. മാനേജർ ഡോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ പ്രോപ്പർട്ടി കപ്പാസിറ്റി ഉണ്ട്, പ്ലഗ്ഡ് AC, പ്ലഗ്ഡ് ഓഫ്, കോൾഡ്, ഡെഡ്, ഗുഡ്, ഓവർ ഹീറ്റ്, അൺനോൺ, USB, വയർലെസ്. ദർ ആർ ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ്. സോ അതിൽ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്, കപ്പാസിറ്റി ആണ് ഉപയോഗിച്ചത്. അത് തിരിച്ച് റിട്ടേൺ തരുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ദാറ്റ്സ് വൈ ദിസ് ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്, ഇൻറ്റീജർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ആൻ ഇൻറ്റീജർ ഹിയർ. ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്തായിരിക്കും, ബാറ്ററി ലെവലിൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ കിട്ടും. ബാറ്ററി 20%, 10%, 40% ഇൻറ്റീജർ വാല്യൂ കിട്ടുന്നത്. ആ ഇൻറ്റീജർ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ, എന്ന് വെച്ചാൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഒരു വാല്യൂ ആണെങ്കിൽ എന്ത് വരും, ആൻഡ് നിങ്ങൾക്ക് എന്ത് കിട്ടി, സക്സസ് ആണ് ബാറ്ററി ലെവൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റിസൾട്ട് ഡോട്ട് സക്സസ്, അതായത് ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഈ ചാനൽ വഴി നമ്മൾ തിരിച്ച് ഡാർട്ടിലേക്ക് നമ്മൾ ഈ സാധനം തിരിച്ചു കൊടുക്കും. ഇതാണ് ഇവിടെ ഹാപ്പൻ ചെയ്തത്. അത് ഉപയോഗിച്ച് നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തു, നമ്മളിവിടെ സക്സസ്ഫുള്ളി എന്ത് ചെയ്തു, നമ്മളുടെ ഫോണിന്റെ ബാറ്ററി ലെവൽ നമ്മളിവിടെ എന്ത് ചെയ്തു, നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റൈറ്റ് യുവർ ഓൺ മെത്തേഡ് ചാനൽസ്. ആൻഡ് അപ്പൊ അത് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. മേ ബി നിങ്ങൾ ഫ്ലട്ടറിൽ മാത്രമായിരിക്കും ഇപ്പോൾ കോഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്, പക്ഷെ സംടൈംസ് നമുക്ക് എന്ത് വേണ്ടി വരും, യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം സൈഡിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കോട്ട്ലിൻ കോഡ് എഴുതേണ്ടി വരും. ഇതിപ്പോൾ കോട്ട്ലിനിലാണ് ഞാൻ കോഡ് എഴുതിയത്. അതിന് കാരണം എന്തായിരിക്കും, എന്റെ മെയിൻ ആക്ടിവിറ്റി .kt ആണ്. നിങ്ങൾ ജാവയാണ് നിങ്ങളുടെ ലാംഗ്വേജ് എടുത്ത് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ജാവയിലായിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക, കോഡ് എഴുതേണ്ടി വരിക. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ follow me on my GitHub അല്ലെങ്കിൽ നിങ്ങൾക്ക് follow me on Telegram channel. Okay, or you can directly message me, email me, and my email ID is actually info@ralphis.com. You can send a message to me. Okay, I'll get back to you. Then വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഒബ്വിയസ്ലി ഐ എം എക്സ്പെക്ടിങ് കമൻറ്റ്സ്.
അത് നല്ലതായാലും ചീത്തയായാലും ഒക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സജസ്റ്റ് ദാറ്റ്, ഐ ട്രൈ ടു ഡു ദാറ്റ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഇത് തന്നെ ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യാം. അതായത് നമുക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അതായത് ഇത്ര ബാറ്ററി ലെവല്, കോൾ ലോഗ്സ്, ദെൻ വാട്ട് എൽസ്, നമ്മളെ സെൻസേഴ്സ്, അങ്ങനത്തെ ഡാറ്റ ഒക്കെ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വലിയ ബോറടിക്കാത്ത രീതിയിൽ കുറച്ച് കോട്ട്ലിൻ കോഡൊക്കെ എഴുതിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. ഓക്കെ, ഇതിൻ്റെ തൊട്ട് പുറകെ ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഹാപ്പി കോഡിങ്, ബൈ.